ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് മല്ലീൻ്റെ സ്പെഷ്യൽ എരികറി, ഫിഷ് എരികറി. അതിൽ ഒരു ചട്ടി എടുക്കുക, ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയിൽ കടുകിടുക, കടുകിട്ടതിന് ശേഷം കുറച്ച് ഉലുവ ഇടുക. ഉലുവ ഇട്ട് നന്നായിട്ട് കടുക് പൊട്ടുമ്പം അതിലേക്ക് നമ്മൾ ഇടേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് ഇടേണ്ടത്. അപ്പോൾ അതിട്ടതിന് ശേഷം നമുക്ക് അതിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി ഇട്ട് അത് കഴിഞ്ഞ് നമുക്ക് പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇടുന്നത് മസാല വന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ പെപ്പറുമാണ്. അപ്പോൾ നന്നായിട്ട് മൂത്തു. നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന മസാല നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇത് ഇത്രയും നമ്മൾ മസാലയിൽ ഉള്ളിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. അത്രയും മൂപ്പിക്കണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കറീൻ്റെ കളർ റെഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും മൂപ്പിക്കണ്ട. മസാല ഇട്ട പാട് തന്നെ ഫയർ ഇച്ചിരി സ്ലോയിലാക്കിയിട്ട് ഉടനെ പുളിവെള്ളം ഒഴിക്കുക. ഇല്ലെങ്കിൽ നല്ല കറി നല്ല മൂത്ത് നല്ല കളറുള്ള നല്ല ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നന്നായിട്ട് മൂത്തതിന് ശേഷം പുളിവെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പിടാം. ഉപ്പിട്ട് നന്നായിട്ട് കറി തിളയ്ക്കുമ്പം അതിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്യണം. നമുക്ക് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല അടിപൊളി പച്ച, അതായത് ഫ്രഷ് കിളിമീൻ കിട്ടി. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പം നന്നായിട്ട് കറി തിളച്ചു, അതിലേക്ക് നമ്മൾ ഫിഷ് ആഡ് ചെയ്തു. ഫിഷ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും കരണ്ടി വെച്ച് കൂടുതൽ ഇളക്കരുത്. കഴിയുന്നതും നമ്മൾ ചട്ടിങ്ങനെ തിരിച്ച് ഇളക്കണം. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്താ കാണാം, റെഡിയായ ഫിഷ് കറി കാണാം. കണ്ടില്ലേ, നമ്മൾ ഇച്ചിരി കുറുകിയാണ് വെച്ചത്. ഇനി നമുക്കത് കഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. മീനൊന്നും പൊടിഞ്ഞതേയില്ല, അങ്ങനെ ഉണ്ട്. മല്ലി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്ത് നമുക്കിനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാലോ, നല്ല പുളിയും എരിയും ഉപ്പും എല്ലാം ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് എരി കറീൻ്റെ ചാറൊന്ന് കുഴച്ച് ചോറിനോട് കഴിച്ച് നോക്കിയാലോ. ഓക്കേ, സൂപ്പറായിട്ടുണ്ടല്ലോ, ചാറ് സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി അവിയൽ കഴിക്കാം. അവിയലിൻ്റെ റെസിപ്പി ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതാ പൊരിച്ച മീനിൻ്റെയും മസാല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റെസിപ്പി പെട്ടെന്ന് ഇടാം. ഇത് നമ്മൾ വേറെ രീതിയിലാണ് പൊരിച്ച മീനിൻ്റെ മസാല ഉണ്ടാക്കുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പൊരിച്ച മീൻ സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പപ്പടം കൂടെ കഴിച്ചാലോ. പപ്പടം കഴിക്കുമ്പോഴേ നമ്മുടെ ഒരു ഊണ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് പപ്പടം കൂടെ കഴിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.